പ്രസവം കഴിഞ്ഞ ഒരു വീഡിയോ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം കുഞ്ഞിനെ അമ്മ എടുക്കുന്നത്, അനാമിയെ ശ്രദ്ധിച്ചില്ല, അനാമിയെ നോക്കുന്നില്ല, നെഗറ്റീവ് കമന്റ് വന്ന് അവിടെ ഇരുന്ന് വായിച്ചപ്പോഴത്തേനും അമ്മ ഇത് കേട്ടു. അമ്മ അവിടെ മുതലിരുന്ന് കരച്ചിലായിരുന്നു. അതെന്തോ പ്ലാസ്റ്റിക്കിനകത്തോ കുഞ്ഞിനെയും കൊണ്ട് അനാമിക വന്നിരുന്നെങ്കിലോ നേരെ തിരിച്ചായേനെ. ഞങ്ങളെ കൈ വീശി വരും അനാമിക. കാരണം നിങ്ങൾ അങ്ങനെ കാണിക്കില്ല. നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ഇടുമ്പോഴത്തേനും നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരമ്മയുടെ മനസ്സായിരിക്കും അതിനകത്ത് തകരുന്നത്. നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ്, ഞങ്ങൾ നല്ലതുപോലെ ജീവിക്കുന്നത്. എന്തേലും നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നതിനെക്കാട്ടി നല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ ഒരു വീഡിയോ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം കുഞ്ഞിനെ അമ്മ എടുക്കുന്നത്, അനാമിയെ ശ്രദ്ധിച്ചില്ല, അനാമിയെ നോക്കുന്നില്ല, പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയെ നോക്കുന്നില്ല എന്നുള്ളൊരു കമന്റാണ് കൂടുതലും നെഗറ്റീവായിട്ട് വന്നത്. അന്നേരം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാ എന്നെ ആണെങ്കിലും അനാമിക ആണെങ്കിലും ഇവിടെ ഉള്ളവരെ ആണെങ്കിലും നോക്കുന്നത്. അന്നേരം ആ അമ്മ അവളെ നോക്കാതിരിക്കത്തില്ല. ഇതൊരു അനാഥ മന്ദിരമാണെങ്കിൽ പോലും ഞങ്ങളുടെ വീട് പോലെ ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങൾ തന്നെ നോക്കുന്നത്. അനാമികയ്ക്ക് ഇപ്പം കൂടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്, പിന്നെ അമ്മയുണ്ട്. ഇപ്പം കുഞ്ഞിനെ കുളിപ്പിക്കാനെ കൊണ്ട് ഈ മാസം ലാസ്റ്റ് തുടങ്ങാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അന്നേരത്തേന് അമ്മയാ കുളിപ്പിച്ച് തുടങ്ങുന്നത്. പിന്നെ അമ്മുമ്മയുണ്ട്, അമ്മയുടെ ചേച്ചിമാരുണ്ട്. വീട്ടിലാ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. കാരണം സ്ഥാപനത്തിലാകുമ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ പോലും അനാമിക എന്നെ തിരക്കാറെങ്കിലും ഉണ്ട്. അന്നേരം നമ്മൾ തിരക്കുന്നവരെ ഒന്ന് കാണണം എന്ന് നമുക്കും ആഗ്രഹമുണ്ട്. അന്നേരം ഞങ്ങളെപ്പോഴും വീട്ടിലായിരിക്കും. പിന്നെ ആവശ്യം ഉണ്ടുമ്പോഴത്തേനും ട്രസ്റ്റിലോട്ട് വരുന്നത്. അന്നേരം നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ്, ഞങ്ങൾ നല്ലതുപോലെ ജീവിക്കുന്നത്. എന്തേലും നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നതിനെക്കാട്ടി നല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് കണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പൊ അനാമിക റെസ്റ്റില്ല. ഇന്നലത്തെ കല്യാണത്തിന്റെ ഒന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം അനാമിയുടെ കാര്യം കഴിഞ്ഞിട്ട് പോരായിരുന്നു, ഇനി അനാമിയെ നോക്കാൻ ആരുണ്ട് എന്നൊക്കെ ഒരുപാട് ഇത് വന്നായിരുന്നു. സത്യത്തിൽ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ കല്യാണം നേരത്തെ മെയ് 5-ാം തീയതി കല്യാണം കഴിഞ്ഞതാ, രജിസ്റ്റർ ചെയ്തതാ. ഇപ്പം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവരെല്ലാം നോക്കി. ഞാൻ അങ്ങനെ ഒരാളെ ഞങ്ങളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെ നിൽക്കാൻ. അനാമിയുടെ കാര്യം നോക്കാൻ ഇപ്പൊ ഏത് സമയം എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. സ്ഥാപനത്തിൽ ഇത്രയും പേര് കിടക്കുന്നില്ലേ. അപ്പം ഇവരുടെ അച്ഛൻ്റെ അമ്മ, അണ്ണന്റെ അമ്മ അവിടെ കൂടെ അവിടെ തന്നെ സ്റ്റേ ആണ്, അവിടെ ഉണ്ട്. പിന്നെ ആഹാരമൊക്കെ ഇവിടെ വെക്കുന്ന ആഹാരങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കാൻ അമ്മയോടുണ്ട്. പിന്നെ എൻ്റെ അമ്മ വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കാനെ കൊണ്ട് അമ്മയാ വരുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാവരും അവിടെ വരുന്നുണ്ട്. ഇപ്പം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ വരും. ശരിക്കും വിഷമമുണ്ട്. ഞാൻ അമ്മ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ നോക്കുന്നുണ്ട്. കൊച്ചുമോളല്ലേ, പൊടിക്കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേക സ്നേഹമാണ്. അപ്പൊ കുഞ്ഞിനെ കിട്ടിയപ്പോ നെഗറ്റീവ് കമന്റ് ഇട്ടപ്പോഴത്തേന് ഞാനും അമ്മയുടെ കൂടെ പുറത്ത് നിൽക്കുമായിരുന്നു. സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയതാ. അന്നേരം അനാമിക അപ്പോഴത്തേന് ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. അന്നേരം ഫോൺ അവിടെ കൊടുത്തിട്ടാവേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ നെഗറ്റീവ് കമന്റ് വന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തപ്പോഴത്തേന് ഞാനിത് അവിടെ ഇരുന്ന് വായിച്ചപ്പോഴത്തേന് അമ്മ ഇത് കേട്ടു. അമ്മ അവിടെ മുതലിരുന്ന് കരച്ചിലായിരുന്നു. കാരണം നിങ്ങൾ അങ്ങനെ കാണിക്കില്ല. നിങ്ങളിങ്ങനെ കമന്റ് ബോക്സിൽ നെഗറ്റീവായിട്ട് ഇടുമ്പോഴത്തേനും നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരമ്മയുടെ മനസ്സായിരിക്കും അതിനകത്ത് തകരുന്നത്. അതിന്റെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ പെൺകുട്ടികളല്ലേ, പെൺകുട്ടികൾക്ക് പല വിശേഷങ്ങളുണ്ടാവും. പല വീടുകളിൽ നിന്ന് വരുന്ന 10-30 കുഞ്ഞുങ്ങളുണ്ട്. അവർക്കായിട്ടൊരു വിശേഷം ഉണ്ടായാൽ പോലും ഞാനാ നോക്കുക. അവരുടെ കാര്യം അവരെ കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ഞാനാ നോക്കുന്നത്. അന്നേരം പിന്നെ നമ്മുടെ പ്രസവിച്ചൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ നോക്കാതിരിക്കുവോ? തന്നെയല്ല കല്യാണം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അനാമിക്ക് സിസേറിയൻ ആയതുകൊണ്ട് സ്റ്റിച്ചിട്ടുണ്ട്. അന്നേരം അവർക്ക് കുഞ്ഞിനെ ഇങ്ങനെ എപ്പോഴും എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞേക്കുന്ന പാല് കൊടുക്കുമ്പോൾ പോലും ഇരുന്നുകൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കണമെന്ന്. വേറൊരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെയും കൊണ്ട് അനാമിക വന്നിരുന്നെങ്കിലോ നേരെ തിരിച്ചായേനെ. ഞങ്ങളെ കൈ വീശി വരും അനാമിക കുഞ്ഞിനെ എടുത്തോണ്ട് വരും. അങ്ങനെ ആയിരിക്കും സമൂഹം അങ്ങനെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ അങ്ങനെ ഇടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് ഞങ്ങളുടെ ജീവിതം, നിങ്ങളെപ്പോലെ ഒരാൾക്കാർ കമന്റ് എഴുതുന്നവർക്ക് എന്തും എഴുതാം. നമ്മളിത് കണ്ട് വിഷമിക്കുന്നവരുടെ കാര്യമൊന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നമുക്കത് ഒത്തിരി വിഷമമാണ്. അവരൊന്നും മനസ്സിലാക്കിയാൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. എനിക്കൊന്നും മെനിഞ്ഞാന്നും കൂടി ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് അനാമിയുടെ മുഖം കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ അവൾ എന്തു വേണ്ടി സന്തോഷത്തിലാണ്. അവളെ കണ്ടാൽ അറിയാൻ പറ്റും. ഇന്നലെ തന്നെ അനാമികയോടെ പറഞ്ഞതിന്റെ സ്ഥിതിക്ക് ഞങ്ങള് ഡേറ്റ് ഇപ്പോഴേ അമ്മയുടെ കല്യാണത്തിന്റെ അടുത്ത് വെച്ചപ്പോഴത്തേന് ഡെലിവറിയുടെ ഡേറ്റ് ഇല്ലായിരുന്നു. അന്നേരം അനാമികയ്ക്കൂടെ പറ്റുന്ന ഒരു അമ്പലത്തിൽ ഞങ്ങൾ രാവിലെ അവളെയും വിളിച്ചുകൊണ്ടിട്ട് അമ്പലത്തിൽ കയറിയില്ല, കാറിനകത്ത് തന്നെ ഇരുന്നിട്ട് അനാമിക അത് കണ്ട് തിരിച്ചു വന്നപ്പോൾ ചോദിക്കുന്നത്, മാലയൊക്കെ ഇട്ടല്ലോ, കൈ പിടിച്ചു കൊടുത്ത ഞാനായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അമ്മയുടെ കൈ പിടിച്ചു കൊടുത്തത് ഞാനാണ്. തിരുമേനി എന്റെ കയ്യിലാണ് ഇവരുടെ രണ്ടുപേരുടെയും കൈ തന്ന്